ഒരു കോൾ വന്നു. കോളെടുത്ത് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 50,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണിന്റെ ഫസ്റ്റ് ഇൻസ്റ്റൻസത്തേക്ക് 2,918 രൂപ ഉടനെ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേര് നടപടി സ്വീകരിക്കും. നിങ്ങൾ വാട്സാപ്പ് ഒന്ന് നോക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്ത് വാട്സാപ്പ് നോക്കുമ്പോൾ അവരുടെ ആധാറിന്റെ കോപ്പി വന്നിട്ടുണ്ട്, പാൻ കാർഡിന്റെ കോപ്പിയുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഒരു 50,000 ലോൺ എടുത്തിട്ട് രേഖകൾ അയച്ചുകൊണ്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 2,918 രൂപ അടയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. പണം എടുത്തിട്ടില്ല. പെട്ടെന്ന് വീണ്ടും അവർക്ക് കോൾ വന്നു. കോൾ എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ലോണൊന്നും എടുത്തിട്ടില്ല, പിന്നെ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നു പറഞ്ഞു. നിങ്ങൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിൽപ്പെട്ട എല്ലാവരുടെയും ഫോൺ നമ്പറുകൾ ഞങ്ങളുടെയിലുണ്ട്. വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ നിങ്ങളുടെ ഫോട്ടോകൾ ഞങ്ങൾ അയക്കുമെന്ന് പറയുന്നത് നിങ്ങളുടെ നഗ്ന ഫോട്ടോകളൊക്കെ അയക്കുമെന്നാണ് അവർ ഭീഷണിപ്പെടുത്ത്. നിങ്ങൾ വാട്സാപ്പ് ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. ആ സ്ത്രീ വീണ്ടും വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ തല കറക്റ്റായിട്ടുള്ള ഭാഗമുണ്ട്, ബാക്കിയല്ല ഉടൽ ഭാഗമുള്ള നഗ്നമായ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടെ ഒരു യുവാവ് നഗ്നനായ ഒരാൾ നിൽപ്പുണ്ട്. ഈ ഫോട്ടോയാണെന്ന് ഇട്ട് അയച്ചു കൊടുത്തേക്കുന്നത്. അവിടെ നിങ്ങൾ തുക അടച്ചില്ലെങ്കിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ഫോട്ടോ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ വല്ലാതെ ഭയപ്പെട്ടു. അവർ പെട്ടെന്ന് ആണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് തന്നെ സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ സൈബർ സെല്ലിന് ഫോൺ നമ്പർ കൊടുത്തു. സൈബർ സെല്ലിനെ കോൺടാക്ട് കൊടുത്തപ്പോൾ സോഫിയ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളൊരു കാരണവശാലും പണം വിട്ടുകൊടുക്കരുത്, ഓൺലൈൻ തട്ടിപ്പ് സംഘമാണ് നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ തൽക്കാലം ഈ ഫോൺ കോൺടാക്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുക, ഒപ്പം തന്നെ നിങ്ങളുടെ സ്വന്തക്കാരോടും ബന്ധുക്കാരോടും പറയാം ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടെന്ന് അവരെ അറിയിക്കാൻ പറഞ്ഞു. അവർ ഭർത്താവിനോട് വിവരം പറഞ്ഞു. ഭർത്താവ് അല്പം ധൈര്യം കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ സ്വന്തക്കാരോട് പറഞ്ഞു, ഒരു പണം വിട്ടു കൊടുത്തില്ല. 2 ദിവസം ഈ സ്ത്രീയുടെ തല ഒറിജിനൽ തലയും ബാക്കിയുള്ള ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത ഭാഗം വെച്ച് സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കോൺടാക്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ നഗ്ന ഫോട്ടോകളൊക്കെ അയച്ചു കൊടുത്തു. എന്തായാലും നല്ല മനക്കട്ടിയുള്ള സ്ത്രീയായിരുന്നു, നല്ല തന്നെയുള്ള സ്ത്രീയായിരുന്നു. ഭർത്താവ് നല്ല സപ്പോർട്ട് കൊടുത്തു. അതുകൊണ്ട് ആ തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിൽ പെടാതെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പക്ഷെ അവർക്ക് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നും കൂടി അറിയുക. അവർക്ക് ഈ ഫോൺ വന്നതിന്റെ തലേ ദിവസം അവർക്ക് ഒരു ടെസ്റ്റ് മെസ്സേജ് ICICI ബാങ്കിന്റെ ആയിട്ട് വന്നു. അവർ ഓപ്പൺ ചെയ്തു നിങ്ങൾക്ക് ലോൺ അനുവദിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യമാണ്. ലോൺ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ലിങ്ക് പറഞ്ഞാൽ ലിങ്കിൽ നിങ്ങൾ കയറുക, നിങ്ങളുടെ ബാങ്കിലേക്ക് കൊടുത്ത കോൺടാക്ട് നമ്പർ കൊടുക്കാൻ പറഞ്ഞു. ഒരു ഓക്കെ അടിച്ചു ബാങ്കിൽ കൊടുത്ത നമ്പർ അവരിലെത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് ബാങ്കിൽ പാൻ കാർഡിന്റെ നമ്പരും ആധാറിന്റെ കോപ്പിയും എല്ലാം ഓട്ടോമാറ്റിക്കലി ഇവർ തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിലെത്തി. ഈ തട്ടിപ്പ് സംഘത്തിന് ശേഷം ഇവരാദ്യം വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഒറിജിനൽ മുഖം അവർക്ക് കിട്ടി. ആ മുഖഭാഗം മാത്രം വെച്ചിട്ട് ഉടൽ ഭാഗം നഗ്ന ഭാഗങ്ങളൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് അയച്ചു കൊടുത്തത്. ഞാൻ ഈ വിവരം പറയാൻ കാരണം ഈ ഒരു സ്ത്രീയുടെ അല്ല, ഇന്ന് കേരളത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ സ്ത്രീകൾ ഇതിൽ ചതിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജാഗരൂകരാകാൻ മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘത്തിന്റെ പിടിയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് സൈബർ സെല്ലിന്റെയോ ഒരു പോലീസ് സുഹൃത്തിന്റെ സഹായം തേടുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചും പറയുക, ഒരു കാരണവശാലും പണം ഇട്ട് കൊടുക്കരുത്. പണം ഇട്ട് കൊടുത്തു പോയാൽ നമ്മൾ തട്ടിപ്പ് സംഘത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അഥവാ ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ നഗ്ന ഫോട്ടോയോ വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു വിട്ടുകയാൽ നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കരുത്. ഇത് തട്ടിപ്പ് സംഘത്തിന്റെ പ്രവൃത്തിയാണ്, നമ്മൾ തിരിച്ചറിയണം. അഥവാ നമുക്ക് അങ്ങനെ ഫോട്ടോ കിട്ടി നമ്മൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നമ്മളും കേസിൽ ചില പ്രതിയായി പോയി വരാം. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ പലപ്പോഴും ചതിക്കപ്പെടുന്നത് മനസ്സിലാകുക. അത് അവരോട് ആ സമയത്ത് അവർക്ക് ആ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അത് ചതിക്കപ്പെടുന്നവർക്ക് നമ്മൾ വേണ്ട പിന്തുണ കൊടുക്കുക. നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കരുത്. അവർക്ക് ധൈര്യമാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിൽപ്പെടാതെ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് തിരിച്ചറിയുക. കഴിഞ്ഞിട്ടുള്ള ആളുകളിലേക്ക്